Hey Siri. Everything you want to know about Apple. Hi everyone, this is Abin from Evika. അങ്ങനെ നമ്മുടെ iOS 6ന്റെ RC റിലീസ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേഷൻ ഏകദേശം വന്നിരിക്കുന്നത് 4.73 GB ഐഫോൺ 11ൽ. അത് പല ഡിവൈസിലും പല സൈസിലായിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ആപ്പിൾ WatchOS 9 RC റിലീസ് ചെയ്യുന്നുണ്ട്, tvOS 16 RC റിലീസ് ചെയ്യുന്നുണ്ട്, HomePodOS 16 RC റിലീസ് ചെയ്യുന്നുണ്ട്, iPadOS 15.7 RC റിലീസ് ചെയ്യുന്നുണ്ട്, അവസാനമായി macOS 12.6ൻ്റെ RCയും റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ iOS 16 RC വേർഷൻ്റെ വിശേഷങ്ങൾ പറയാൻ തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ iOS 16ൻ്റെ RC റിലീസിലെ ബിൽ നമ്പർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് നമ്മൾ നേരെ സെറ്റിങ്സിലേക്ക് പോവുക. അവിടുന്ന് ജനറൽ, അവിടെ എബൌട്ട് സെക്ഷനിൽ പോയി കഴിഞ്ഞ ശേഷം നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പം നമുക്ക് കാണാം 20A3621. അതായത് നമ്മുടെ പബ്ലിക് വേർഷൻ്റെ ആ ഒരു സെയിം ബിൽ നമ്പർ തന്നെയാണ് ഈ വന്നിരിക്കുന്നത്. ഇനി ഈ ഒരു RC റിലീസിൽ എന്തെങ്കിലും ഒരു ബഗ്ഗോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും iOS 16 RC2 എന്ന പേരിൽ അടുത്തൊരു അപ്ഡേഷൻ വരുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു സെയിം അപ്ഡേഷൻ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു സെയിം ബിൽഡ് തന്നെയായിരിക്കും പബ്ലിക്കലി റിലീസ് ചെയ്യുന്നത്. പിന്നീട് ഈ ഒരു അപ്ഡേഷനിൽ നമുക്കൊരു പുതിയ മോഡേൺ ഫേംവെയറിൻ്റെ അപ്ഡേഷനും വന്നിട്ടില്ല. നമ്മുടെ iOS 16ൻ്റെ ബീറ്റ 5ൽ നമുക്കുന്ന ആ ഒരു മോഡേൺ ഫേംവെയർ തന്നെയാണ് ഇപ്പോഴും iOS 16 RCയിലും അവർ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. പിന്നീട് നമ്മുടെ ഈ പറഞ്ഞ ഐഫോൺ 14ഉം 14 പ്രോയും റിലീസ് ചെയ്തതിന് ശേഷം നമുക്ക് പുതിയ ഒരു വാൾപേപ്പർ ലഭിക്കും എന്ന് കരുതി നമുക്ക് എപ്പോഴും അറിയാവുന്ന iOS പുതിയൊരു വേർഷൻ റിലീസ് ചെയ്യുമ്പോൾ നമുക്കൊരു വാൾപേപ്പർ പതിവാണ്. പക്ഷേ ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് ആ ഒരു ആചാരം മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു RC റിലീസിൽ നമ്മൾ കയറി ഒരു വാൾപേപ്പർ നോക്കുകയാണെങ്കിൽ നമുക്ക് പുതിയൊരു വാൾപേപ്പേഴ്സ് ഒന്നും ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു iOS 16 ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നേരത്തെ ഉണ്ടായ ആ ഒരു വാൾപേപ്പേഴ്സ് തന്നെയാണ് ഇപ്പോഴും കാണാൻ പറ്റുന്നത്. പിന്നീട് നമുക്ക് ഫിസിക്കലി വലിയ മാറ്റങ്ങളൊന്നും ഈ ഒരു അപ്ഡേഷനിൽ ഇപ്പോൾ വന്നിട്ടില്ല. പിന്നീട് നമുക്ക് പറയേണ്ടതാണ് നമ്മുടെ ബഗ്ഗിൻ്റെ കാര്യം. ബഗ്ഗിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഏറ്റവും മുൻഗണന നിൽക്കുന്നത് നമ്മുടെ ബാങ്കിങ് ആപ്പിൻ്റെ ആ ഒരു ബഗ്ഗാണ്. ഇപ്പോഴും ഈ ഒരു RC റിലീസിൽ എനിക്ക് ബാങ്കിങ് ആപ്പുകൾ ക്രാഷ് ആവുന്നുണ്ട്. ഇപ്പം ഞാനൊരു ബാങ്ക് ആപ്പ് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഇപ്പം നിങ്ങൾ കണ്ട പോലെ ഈ ഒരു ബാങ്ക് ആപ്പ് ക്രാഷായി. ഇനി ഞാൻ വേറൊരു ബാങ്കിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്താലും സെയിം ആയിട്ട് തന്നെ ഈ ഒരു ബാങ്കിങ് ആപ്പ് ക്രാഷ് ആവുന്നുണ്ട്. ഈ ഒരു ബഗ് ഇപ്പോഴും iOS 16ൻ്റെ RC റിലീസിലും നിലവിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബഗ് ഞാൻ എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ iOS 16ൻ്റെ ഫീഡ്ബാക്ക് ആപ്പിൽ നമുക്ക് ഈ പറയുന്ന ഓരോ ബഗ്ഗുകളും നമുക്ക് ആപ്പിളിന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു iOS 16ലുണ്ടാകുന്ന ബഗ്ഗുകളും അതേപോലെ റിസോൾവ് ചെയ്ത ഇഷ്യൂസും എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറഞ്ഞ റീസെൻ്റ് ആക്ടിവിറ്റീസിൽ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ iOS 16ൻ്റെ റിലീസ് നോട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അത് ടാപ്പ് ചെയ്താൽ നമ്മുടെ iOS 16ൽ റിസോൾവ് ചെയ്ത ഇഷ്യൂസും ഇപ്പോൾ ഉള്ള ബഗ്ഗുകളും എന്തൊക്കെയാണ് നമുക്ക് ഈ പറഞ്ഞ ആ ഒരു ലിസ്റ്റിൽ നമുക്ക് വായിച്ചു നോക്കാൻ പറ്റുന്നതാണ്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പെർഫോമൻസിൽ ജമ്പായിട്ട്, അതായത് വലിയൊരു മാറ്റമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം കുറച്ചുകൂടെ സ്മൂത്തായ പോലെ എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഈ ഒരു സ്പോർട്സ് സെർച്ചൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ആ ഒരു ഫ്ലോ ഉണ്ട്. കാരണം നേരത്തെ ഉണ്ടാകുമ്പോൾ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം അങ്ങനെ കട്ടൊക്കെ ഫ്രെയിമൊക്കെ ഡ്രോപ്പായിട്ടാണ് വന്നത്. പക്ഷേ ഇപ്പോൾ ആ ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ പുൾ ഡൗൺ ചെയ്താലും ആ ഒരു സ്മൂത്ത്നെസ് ഇപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പറഞ്ഞ ഗീക്ക് ബെഞ്ച് സ്കോർ റിസൾട്ട് നോക്കുകയാണെങ്കിൽ സിംഗിൾ കോറിൽ വരുന്നത് 1333ഉം മൾട്ടി കോറിൽ വരുന്നത് 3211ഉമാണ്. നമുക്ക് വലിയ പെർഫോമൻസിൽ ചേഞ്ച് ഉണ്ടോ എന്ന് വെച്ചാൽ വലിയൊരു ചേഞ്ച് ഇല്ല, പക്ഷേ സ്മൂത്ത് ആയിട്ടുണ്ട്, ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുണ്ട്. പിന്നീട് ഹീറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഡിവൈസിൽ അധികമായിട്ടുള്ള ആ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. ഇത്രയും നേരം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും അപ്ഡേഷന് ശേഷവും എനിക്ക് വലിയൊരു വാംത്ത് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം നല്ല തെർമൽ മാനേജ്മെൻറ്റ് ഈ ഒരു iOS 16ൽ നമുക്ക് ഈ പറഞ്ഞ ഐഫോൺ 11ൽ കിട്ടുന്നുണ്ട്.
പിന്നീട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ബാറ്ററി പെർസെൻറ്റേജിൻ്റെ കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഇപ്പോഴും എൻ്റെ ഈ പറയുന്ന iOS 16 RC റിലീസിന് ശേഷം എനിക്ക് ഈ പറയുന്ന ബാറ്ററി പെർസെൻറ്റേജ് വന്നിട്ടില്ല. ഇപ്പോൾ ഞാൻ താഴത്തേക്ക് പോയി ബാറ്ററി ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ എനിക്ക് ബാറ്ററി പെർസെൻറ്റേജ് എന്ന ഓപ്ഷൻ ഇപ്പോഴും കാണിക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് iOS 16 എന്ന് പറയുന്ന ഈ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നാലും നമുക്ക് iPhone 12 mini, 13 mini, iPhone 11, XR എന്നീ പറഞ്ഞ ഡിവൈസുകൾക്കൊന്നും ഈ പറഞ്ഞ ബാറ്ററി പെർസെൻറ്റേജ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഇല്ല. അത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും ആപ്പിൾ ഒഫീഷ്യലി ആൻസറും ചെയ്തിട്ടില്ല. പിന്നീട് നമ്മുടെ ഈ പറഞ്ഞ ബാറ്ററി പെർഫോമൻസിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും എൻ്റെ കൂട്ടുകാരോട് പറയാറുണ്ട്, ഒരു അപ്ഡേഷൻ ചെയ്തതിന് തൊട്ട് ശേഷം നമുക്ക് ബാറ്ററിയുടെ പെർഫോമൻസ് ഒരിക്കലും കണക്കൂട്ടാൻ പറ്റില്ല. അതിനൊരു 2-3 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം തറവായിട്ട് യൂസ് ചെയ്തതിന് മാത്രമാണ് നമുക്ക് ഈ പറയുന്ന OSന് ശേഷമുള്ള ബാറ്ററി പെർഫോമൻസ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ബാറ്ററി ഹെൽത്ത് കാണിക്കുകയാണെങ്കിൽ എൻ്റെ ഫോണിൻ്റെ ബാറ്ററി ഹെൽത്ത് ഇപ്പോൾ 88% ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു 88% കുറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന iOS 16 അല്ലെങ്കിൽ iOS 16 RCയിൽ വന്ന മാറ്റങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുള്ളാണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോസും ഒരു നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഡിവൈസിൽ വരികയും അത് നിങ്ങൾ മറന്നു പോകാതെ കാണുകയും ചെയ്യും. അതോടൊപ്പം ഞാൻ നിങ്ങളെ നമ്മുടെ ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് പിന്നെയും ഒന്നും കൂടെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ ലീക്സും, റൂമേഴ്സും, അപ്ഡേറ്റ്സും, ന്യൂസും, വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. അല്ല, നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയും അപ്ഡേഷൻസ് ലഭിക്കണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. Go follow me in Instagram too. And thank you so much for watching this whole video. This is Abin Xavier signing from Evika.